നിപ ബാധിക്കപ്പെട്ടവരെയും പ്രദേശവാസികളെയും അപമാനിച്ച് എംഎൽഎ പാറക്കൽ അബ്ദുള്ള ഗ്ലൌസും മാസ്കും ധരിച്ചാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത്. തീർത്തും അപഹാസ്യമായ നടപടിയാണ് എംഎൽഎയുടെ ഭാഗത്തു നിന്നുമുണ്ടായതെന്ന് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും കുറ്റപ്പെടുത്തി. എന്നാൽ പ്രതിഷേധാത്മകമായാണ് പാറക്കൽ അബ്ദുള്ള മാസ്ക് ധരിച്ചെത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചു. 14ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനത്തിന് തുടക്കം കുറിച്ച ദിനമാണ് നിപ വൈറസ് ബാധിതരെയും പ്രദേശവാസികളെയും അപമാനിക്കുന്ന നിലപാട് കുറ്റ്യാടി എംഎൽഎ ആയ പാറക്കൽ അബ്ദുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഗ്ലൌസും മാസ്കും ധരിച്ചാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത്. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ഇതേക്കുറിച്ച് ആരോഗ്യമന്ത്രിയോട് ചോദിച്ചതോടെയാണ് വിഷയം സഭയിൽ ചർച്ചയായത്. സർക്കാർ ഗൌരവത്തോടെ കണ്ട വിഷയത്തെ എംഎൽഎ അപഹസിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഗൌരവത്തോടെ സമീപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ, സമൂഹമാകെ അതീവ ഗൗരവമായി എടുക്കുന്ന ഒരു കാര്യത്തെ അപഹസിക്കുന്ന ഒരു നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. മാസ്ക് ധരിക്കുന്നതിന് ആരോഗ്യവകുപ്പിന്റെ പ്രത്യേക നിബന്ധനയുള്ളതായി ആരോഗ്യമന്ത്രി കെ ശൈലജയും വ്യക്തമാക്കി. അതായത് ഒന്നുകിൽ ഇവിടെ നിപ വൈറസ് ബാധിതരായിട്ടുള്ള രോഗികൾ ഉണ്ടാവണം, അവരിൽ നിന്ന് പകരുന്നതിനാണ് മാസ്ക് ധരിക്കേണ്ടത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിപ വൈറസ് ബാധയുണ്ടാകണം. അദ്ദേഹത്തിന് നിപ വൈറസ് ബാധയുണ്ടെങ്കിൽ ഇവിടെ വരാൻ പാടില്ല സർ. അദ്ദേഹം ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. എന്നാൽ പാറക്കൽ അബ്ദുള്ള പ്രതീകാത്മകമായിട്ടാണ് ഗ്ലൌസും മാസ്കും ധരിച്ചെത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചു. കോഴിക്കോട് എല്ലാവരും ഇപ്പൊ ഇങ്ങനെയാണ് നടക്കുക. അതിന്റെ പ്രതീകാത്മകമായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് അപഹസിക്കേണ്ട കാര്യമില്ല. ഇതേക്കുറിച്ച് എംഎൽഎ ചെയറിനെ അറിയിച്ചിരുന്നില്ലെന്ന് സ്പീക്കറും വ്യക്തമാക്കി. ഏറെ നേരം വിഷയം സഭയെ പ്രക്ഷുബ്ധമാക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കെവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ സംഭവം ദുരഭിമാന കൊലയെന്നും ഇതിന് രാഷ്ട്രീയ മുഖം നൽകേണ്ടതില്ലെന്നും മുഖ്യമന്ത്രി. കേസിൽ ചില കോൺഗ്രസുകാർ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതിനാൽ കൊല നടത്തിയത് കോൺഗ്രസ് എന്നും മുഖ്യമന്ത്രി ചോദിച്ചു. കെവിന്റെ കേസിൽ പോലീസുകാർക്കെതിരെ ഇനിയും കടുത്ത നടപടി ഉണ്ടാകുമെന്ന് സൂചന നൽകി മുഖ്യമന്ത്രി. അതേസമയം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷം സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. കോട്ടയത്തെ കെവിന്റെ കൊലപാതകം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എംഎൽഎയാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി നോട്ടീസ് നൽകിയത്. കെവിന്റെ കൊലപാതകം സിബിഐ അന്വേഷിക്കണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷം ഉന്നയിച്ചത്. എന്തുകൊണ്ട് അന്വേഷണം വൈകിയെന്ന് സർക്കാർ പരിശോധിക്കണമെന്നും പോസ്റ്റ്മോർട്ടം തിരുവനന്തപുരത്ത് നടത്തുന്നതിന് പകരം പ്രതികളെ സഹായിക്കാൻ കോട്ടയത്ത് നടത്തിയെന്നും തിരുവഞ്ചൂർ ആരോപിച്ചു. കൊന്നതും നീയേ ചാത്ത, കൊണ്ടുപോയതും നീയേ ചാത്ത എന്ന മട്ടിലാണ് പ്രശ്നത്തിൽ ഡിവൈഎഫ്ഐയുടെ ഇടപെടലെന്നും തിരുവഞ്ചൂർ ആക്ഷേപിച്ചു. നോട്ടീസിന് മറുപടി നൽകിയ മുഖ്യമന്ത്രി ദുരഭിമാന കൊലയ്ക്ക് രാഷ്ട്രീയ മുഖം നൽകേണ്ടതില്ലെന്നും ഇത്തരം ജീർണതയ്ക്കെതിരെ കേരളം ഒന്നിച്ച് മുൻപോട്ട് വരണമെന്നും പറഞ്ഞു. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പോസ്റ്റ്മോർട്ടം കോട്ടയത്ത് നടത്തിയത് കെവിന്റെ ബന്ധുക്കളുടെ ആവശ്യപ്രകാരമാണ്. പ്രത്യേക സംഘമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേസിൽ അസാധാരണ വീഴ്ചയല്ല, പോലീസിന് സാധാരണ വീഴ്ച മാത്രമാണ് ഉണ്ടായതെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. സിബിഐ അന്വേഷണം ആവർത്തിച്ചാവശ്യപ്പെട്ട പ്രതിപക്ഷം പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് വാക്കൌട്ട് നടത്തിയെങ്കിലും സഭ വിടാതെ സിബിഐ അന്വേഷണം ആവശ്യമുന്നയിച്ച് നടുത്തളത്തിൽ പ്രതിഷേധിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കെവിൻ വധക്കേസിലെ പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്ന കാര്യം വീണ്ടും പരിശോധിക്കുമെന്ന് കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഹരിശങ്കർ. പ്രതികളുമായുള്ള തെളിവെടുപ്പിനിടെ ആയുധശേഖരം കണ്ടെടുത്ത സാഹചര്യത്തിലാണിത്. അതിനിടെ പോലീസുകാർക്കെതിരായ കൈക്കൂലി കേസിൽ ഷാനുവിനെയും ചാക്കോയെയും ചോദ്യം ചെയ്യാൻ കോടതി അനുമതി നൽകി. അതേസമയം പോലീസ് പിടികൂടിയ 5 പ്രതികളെ കൂടി കസ്റ്റഡിയിൽ വിട്ടു. ഇടവേള. വാർത്തകളിലേക്ക് വീണ്ടും. വാട്സ്ആപ്പ് ഹർത്താലിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയത് RSS ബന്ധമുള്ളവരെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിൽ പോലീസ് ഇടപെട്ട് ശക്തമായ നടപടി കൈക്കൊണ്ടു. സ്കൂൾ വളപ്പിൽ RSS പരിശീലനത്തിന് അനുമതി നൽകിയ സ്കൂളുകൾക്കെതിരെ നടപടിയെടുക്കും. വരാപ്പുഴയിലെ ശ്രീജിത്തിന്റെ കസ്റ്റഡി മരണം സിബിഐക്ക് വിടുന്നത് പരിഗണനയിലെന്നും മുഖ്യമന്ത്രി ചർച്ചയിൽ പറഞ്ഞു. ചെങ്ങന്നൂർ എംഎൽഎയായി സജി ചെറിയാൻ സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭയിൽ 9:30 സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സഗൌരവത്തിലാണ് സജി ചെറിയാൻ പ്രതിജ്ഞയെടുത്തത്. സജി ചെറിയാൻ ആയ ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. ചോദ്യോത്തരവേളയ്ക്ക് ശേഷമായിരുന്നു സജി ചെറിയാന്റെ സത്യപ്രതിജ്ഞ. റെക്കോർഡ് ഭൂരിപക്ഷത്തോടെയാണ് ചെങ്ങന്നൂരിൽ നിന്നും സജി ചെറിയാൻ നിയമസഭയിൽ എത്തിയത്. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള കേരള സമൂഹത്തിന്റെ അംഗീകാരമായിട്ട് കൂടിയാണ് നിയമസഭയിലേക്കുള്ള സജി ചെറിയാന്റെ പ്രവേശനത്തെ വിലയിരുത്തുന്നത്. അടുത്ത 3 വർഷം വികസനത്തിന് നേതൃത്വം കൊടുക്കും
ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റിനെ ശക്തിപ്പെടുത്താനുള്ള രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കും. സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, മന്ത്രിമാർ, MLA-മാർ തുടങ്ങിയവരെ അഭിവാദ്യം ചെയ്താണ് സജി ചെറിയാൻ തന്റെ ഇരിപ്പിടത്തിൽ എത്തിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമല തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം ഒരു ഗ്രീൻഫീൽഡ് എയർപോർട്ട് ആരംഭിക്കുന്നതിനുള്ള സാധ്യതാ പഠനം ലൂയിസ് ബർഗൻ എന്ന കൺസൾട്ടിംഗ് കമ്പനി നടത്തിവരികയാണെന്ന് മുഖ്യമന്ത്രി. റിപ്പോർട്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് ഇക്കാര്യത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നിപ വൈറസ് ബാധ രണ്ടാം ഘട്ടത്തിലേക്ക് കടന്ന പശ്ചാത്തലത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് സർവകക്ഷി യോഗം ചേരും. വൈകിട്ട് 3-ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം. നിപ വൈറസ് ബാധ സംബന്ധിച്ച് ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തിയിരുന്നു. ഇതുവരെ 18 കേസുകളിൽ രോഗബാധ സ്ഥിരീകരിച്ചതിൽ 16 പേരാണ് മരിച്ചത്. കൂടുതൽ കേസുകൾ ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ഭയപ്പെടേണ്ട ഒരു സാഹചര്യവുമില്ല. രണ്ടാം ഘട്ടത്തിലും വളരെ ചുരുങ്ങിയ കേസുകൾ മാത്രമേ വന്നിട്ടുള്ളൂ. കണ്ണൂരിലും വയനാട്ടിലുമുണ്ടായ ഓരോ മരണം നിപ മൂലമല്ലെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അരി ഉൾപ്പെടെ ഭക്ഷ്യസാധനങ്ങളുടെ കിറ്റ് സൗജന്യമായി വീടുകളിൽ എത്തിച്ചു നൽകാൻ കോഴിക്കോട്, മലപ്പുറം കളക്ടർമാർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ സ്വകാര്യ ആശുപത്രികളിൽ OP വിഭാഗം ബഹിഷ്കരിച്ച് ഡോക്ടർമാർ പണിമുടക്കുന്നു. ശമ്പള പരിഷ്കരണം ആവശ്യപ്പെട്ടുള്ള നഴ്സുമാരുടെ പണിമുടക്കിന്റെ പേരിൽ ആശുപത്രികളിൽ അതിക്രമം കാട്ടിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് OP ബഹിഷ്കരിച്ചുള്ള പ്രതിഷേധം. അത്യഹിത സേവനവും കിടത്തി ചികിത്സയും ശസ്ത്രക്രിയയും മുടക്കില്ലെന്ന് ആശുപത്രി മാനേജ്മെന്റുകളുടെ ഏകോപന സമിതി അറിയിച്ചു. എന്നാൽ സമരം നടത്താനുള്ള അസോസിയേഷനുകളുടെ തീരുമാനം ജനങ്ങളോടും സമാധാനപരമായി സമരം ചെയ്ത നഴ്സുമാർ അടക്കമുള്ള ജീവനക്കാരോടുമുള്ള വെല്ലുവിളിയാണെന്ന് നഴ്സുമാരുടെ സംഘടനയായ UNA അറിയിച്ചു. സർക്കാർ ഉത്തരവ് പാലിക്കാതെ ിക്കുകയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്ന ഇവർക്കെതിരെ സർക്കാർ ശക്തമായ നടപടിയെടുക്കണമെന്നും UNA ഭാരവാഹികൾ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.